നീരജിനെ പുറത്താക്കിയോ? എന്ത് ബേസിസിലാണ് പുറത്താക്കിയത്? എവിക്റ്റഡ് ആക്കിയിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ബിഗ് ബോസ് OTT 3 എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? രണ്ടുപേരെ പിടിച്ച് നോമിനേഷനിലിട്ടു, നീരജും ശിവാനിയും. ഇതിനകത്തുനിന്ന് നീരജിനടുത്ത് വെളിയിൽ കളയുകയും ചെയ്തു. എപ്പിസോഡിൽ വന്നിട്ടില്ല, ഇന്നത്തെ ലൈവിൽ കാണിക്കുമായിരിക്കും. രാത്രി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നലെയാണ് സംഭവം നടന്നത്. ഇതുകൂടാതെ ഇന്ന് നടക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഇൻസിഡൻസ് സന സുൽത്താനും ചന്ദ്രികയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. അത് ഇത്തിരി ഒരു കോൺട്രവേഴ്സ്യൽ ആകാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നീട് അതിന് ശേഷം വന്നിരിക്കുന്ന റാങ്കിങ് ടാസ്ക്കാണ്. നമ്മുടെ മലയാളത്തിലെ റാങ്കിങ് ടാസ്ക് വരുമ്പോൾ ഒന്നാമത്തേൽ നിന്നാണ് അടിയെങ്കിൽ ഇത് 16ാമത്തേന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അടി വരുന്നത്. എന്താണ് നടക്കുന്നത്? ഇന്നലത്തെ ബിഗ് ബോസ് OTT 3 ഹിന്ദിയുടെ 25-ാം തീയതി ജൂണിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഭയങ്കര ലാഗാക്കി പറയുന്നില്ല, കാരണം നിങ്ങൾ കണ്ടിരിക്കുമ്പോഴും മടുപ്പുണ്ട്. അപ്പം മെയിൻ ഇൻസിഡൻസ് പറയാം. അപ്പം മെയിൻ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശാല് സന സുൽത്താൻ അടുത്ത് പറയുന്നുണ്ട്. സന സുൽത്താൻ ഇന്നലെ പൗലമിയായിട്ട് ഇരുന്ന സമയത്ത് സന സുൽത്താൻ പറഞ്ഞു സന സുൽത്താനും പൗലമിയും കൂടെ സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ശിവാനിക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ വരാനുള്ള ഒരു യോഗ്യതയില്ല, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല എന്ന് പറഞ്ഞു എന്നൊരു ടോപ്പിക്ക് ചോദിക്കണം. അപ്പം സന സുൽത്താൻ പറയണേ, അസ്തഗ്ഫിറുല്ലാ, ഞാൻ പറഞ്ഞെന്നോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയാണ്. ഇത് പിന്നീട് എന്ത് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺവേ ചെയ്യണമല്ലോ, നീ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് കൺവേ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആരെ വിളിക്കുന്നു? പോയി സന മക്ബൂളിനെ വിളിക്കുന്നു. സന മക്ബൂൾ, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പോലമി ഞാൻ അങ്ങനെ പറഞ്ഞ, അന്നേരം ഞാൻ നിൻ്റെ അവിടെ ഇരുന്നല്ലേ? ഇല്ല, അങ്ങനെയൊന്നും അല്ല നമ്മൾ പറഞ്ഞത്. ഇത് പിന്നീട് ചന്ദ്രിക കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക നേരെ വാഷ്റൂമിൽ നിൽക്കണം. അപ്പോൾ ചന്ദ്രിക പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നലെ പോയപ്പോൾ കേട്ടതാണ്, നീയും പോലമിയും അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ അല്ല പറഞ്ഞത്, ആ വേർഡേ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇവിടെ നിൽക്കാൻ യോഗ്യത ഇല്ലെന്നേ നമ്മൾ പറഞ്ഞിട്ടില്ല, കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിക്കരുത്, ഇമ്മച്ചുർ ആണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ ഇമ്മച്ചുർ ആണെന്നുള്ളതല്ലാതെ ഈ വീട്ടിൽ നിൽക്കാൻ യോഗ്യത ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ല. ശിവാനി ഇമ്മച്ചുർ ആണ്, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പൗലമിയാണ് പറ്റുക. പൗലമി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിലക്കായിരുന്നു. പൗലമിയുടെ തലമണ്ടയ്ക്കാണ് വന്ന് വീണതെല്ലാം കൂടി. പിന്നീട് ശിവാനി അതിൻ്റെ പേരിലൊടക്കം ഉണ്ടാക്കാൻ പോകുന്നു. ശിവാനി നമ്മുടെ നോറയുടെ ഒരു സൗണ്ടാണ്. നോറയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ സൗണ്ടും ഒക്കെയാണ്, ആ ഒരു കരച്ചിലും ആ സൗണ്ടും ഒക്കെ സെയിം എക്സാക്ട്ലി ലൈക്ക് നോറയാണ്. അപ്പം നമ്മുടെ ശിവാനി വന്നിട്ട് അങ്ങനെ എങ്ങനെ പോലും എന്തൊക്കെ ഈ പെണ്ണെന്തൊക്കെ പറയണത്, ഇത് കണ്ടല്ല, ഇതാണ് അവിടെ സ്വഭാവം, ഇതാണ് നമ്മളെന്നല്ല പറഞ്ഞത്, അല്ലാതെ അവൾ യോഗ്യത ഇല്ലത്തോളം എന്നല്ല പറഞ്ഞത്. അവൾക്ക് പറഞ്ഞുകൊണ്ട് ഇമ്മച്യൂരിറ്റിയുടെ കുറച്ച് കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. രാവിലെ തന്നെ ഇരുന്ന് ഈ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കരയുന്നുണ്ട് ശിവാനി. ഇതാണ് മെയിൻ ഇൻസിഡൻറ്റ്. അപ്പോൾ ഇത് കുറേ നേരം കഴിഞ്ഞ് അങ്ങ് ഓട്ടോമാറ്റിക് സോൾവ് ആവുകയാണ്. പറഞ്ഞു തീർക്കാനൊന്നും പറ്റുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സോൾവ് ആവുന്നു. പിന്നീട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിങ് ആണ്. ബിഗ് ബോസ് 16 മുതൽ 1 വരെയുള്ള സാധനങ്ങൾ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലിവിങ് റൂമിൽ ഇപ്പം തന്നെ വന്നിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിങ്ങൾ റാങ്കിങ് ചെയ്യുക എന്നാണ്. പക്ഷേ ഇവരുടെ ബുദ്ധിയോടെ കളിക്കുന്നുണ്ട്. കാരണം ഇവർ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ 1ാമത്തെ സ്ഥാനം ആർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നേരെ തിരിച്ച് ഇവർ 16 നിന്ന് പിടിക്കുകയാണ്. 16 എന്ന് പിടിക്കുന്നു. 16ാമത്തെ പൊസിഷൻ ആർക്ക് കൊടുക്കുക? അതായത് ഈ വീട്ടിൽ ഒട്ടും അർഹത ഇല്ലാത്ത, അല്ലെങ്കിൽ ഒട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ റാങ്കിങ് ഓരോരുത്തരും അഭിപ്രായം പറയണം. അവിടെ വാദിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നു, അതിനെ വെച്ച് മെജോറിറ്റി ഡിസിഷൻ കൊടുക്കുന്നു. അപ്പോൾ സന സുൽത്താനാണ് 16th റാങ്ക് കൊടുക്കുന്നത്. സായിക്ക് ഏട്ടയുടെ 15th റാങ്കാണ്. നൈസിക്ക് 14th റാങ്ക്, മുനീഷയ്ക്ക് 13th റാങ്ക്, ദീപക്കിന് 12th റാങ്ക്, രൺവീറിന് 11th റാങ്ക്, പോലമിക്ക് 10th റാങ്ക്. ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ട് റേഷനൊക്കെ തരാം, ഇനി നിങ്ങൾ അടിയൊന്നും കൂടണ്ട. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങളുടെ ഇവിടുത്തെ റാങ്കിങ്ങും പുറത്തെ പ്രേക്ഷകരുടെ റാങ്കിങ്ങും രണ്ടും ഡിഫറൻ്റ് ആണ്. ഇങ്ങനെയേ അല്ല, പ്രേക്ഷകർ കരുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല എന്ന് ബിഗ് ബോസ് പറയുവാണ്. ഈ റാങ്കിങ് ടാസ്ക് നടക്കുന്നതിനിടയ്ക്ക് സന മക്ബൂൽ ഇന്നലെ സെയിം നമ്മുടെ നോമിനേഷനിൽ ഇവരുടെ അടുത്ത് പറയാൻ പറഞ്ഞത്, ഈ വീട്ടിൽ കോൺട്രിബ്യൂഷൻ കുറവുള്ള ആൾക്കാരുടെ പേരാണ് നോമിനേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ നോമിനേഷനിൽ പറഞ്ഞ പേരുകളല്ല ഇന്ന് പറഞ്ഞപ്പോൾ സെയിം ഇന്നലെയും ഇന്നും കോൺട്രിബ്യൂഷൻ്റെ കേസ് മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ കോൺട്രിബ്യൂഷൻ്റെ പേരല്ല ഇവർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് പേരെ അങ്ങോട്ട് മാറ്റി എന്തിരിക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും സന മക്ബൂളിനെ ബിഗ് ബോസ് ക്വസ്റ്റ്യൻ ചെയ്തു. എന്തിനാണ് ഇന്നലെ നിങ്ങൾ അവിടെ പറഞ്ഞതാണോ ഇന്നിവിടെ പറഞ്ഞത്? ഇന്നലെ നോമിനേഷനിൽ ഇതല്ലേ ചോദിച്ചു. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മലയാളം ബിഗ് ബോസ് ആണെങ്കിൽ ചത്തത് കണക്കിരിക്കും, ഹിന്ദി ആണെങ്കിൽ അഭിപ്രായം മാറ്റി പറയുമ്പോൾ അപ്പം തന്നെ ഹേ നിൽക്കെ ഇന്നലെ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിങ്ങളല്ലേ മാറ്റി പറഞ്ഞത് എന്നുള്ള ഒരു ലെവലിൽ ചോദിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തിരുപ്പം മരപ്പൊക്കെ പറഞ്ഞു. ഓക്കെ, തീർന്നു. ഇതാണ് ഇന്നത്തെ മെയിൻ കണ്ടന്റ്. ഇതൊക്കെ പുറമെ വന്നൊന്നുമേ ഇന്നത്തെ എപ്പിസോഡിലില്ല. ഇനി നമുക്ക് നോക്കാം. നീരജിനെ പുറത്താക്കി എന്നാണ് അറിയാൻ പറ്റുന്നത്. ഹൗസ്മേറ്റ്സ് എവിക്ഷനാണ്.
നോക്കാം, ഭയങ്കര ഒരു അൺഫെയർ ആയിപ്പോയി. കാരണം ഈ പറയുന്ന പോലെ മൂന്നാമത്തെ ദിവസത്തിലൊരു ഹൗസ് മേറ്റ്സ് എവിക്ഷൻ അല്ലെങ്കിൽ വീക്ക് എവിക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബോറിംഗ് പരിപാടിയാണ്, അൺഫെയർ പരിപാടിയാണ്. പിന്നെ ഹിന്ദി ബിഗ് ബോസ് ആണ്, സ്ക്രിപ്റ്റ് ആണ്, അറിയാലോ. ഹിന്ദി ബിഗ് ബോസിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്, ഔട്ട്ലൈൻ മാത്രമല്ല, ഓൾറെഡി എല്ലാം ഫിക്സ്ഡ് ആണ്. നമ്മൾ ഇനി എന്തെല്ലാം കാണാൻ കിടക്കും തോന്നും പോലെ പുറത്താക്കും, ഔട്ടാക്കും. അതിനൊക്കെ ബെസ്റ്റ് ഉദാഹരണമാണ് സീസൺ 15 ഹിന്ദി, 16 ഹിന്ദി, 17 ഹിന്ദി ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ മറ്റൊരു വെർഷൻ തന്നെയാണ്. OTT ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു അൺഫെയർ എന്ന്. OTT 1 and 2 ഒക്കെ പക്കയായിട്ട് പോയ സാധനങ്ങളാണ്. OTT 3 നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റഡ് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.